ഇപ്പം കൊടുവള്ളി മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കൊടുവള്ളി മണ്ഡലത്തിലെ 7 ലോക്കൽ ബോഡികളാണ് വരുന്നത്. കൊടുവള്ളി മുനിസിപ്പാലിറ്റി 6 പഞ്ചായത്തുകളും. അപ്പം അതിന്റെ ടോട്ടൽ വോട്ട് എടുക്കുകയാണ്. ഇതൊരു UDF കോട്ടയായിട്ടാണ് കാണുന്നത്. കാരണം കോഴിക്കോട് മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോട്ട ആയിട്ടൊരു മണ്ഡലം കണ്ടത്. ബാക്കിയെല്ലാം ടൈറ്റ് ആയിരുന്നു. ഇപ്പോൾ കൊടുവള്ളി UDFന് 75,000-ഓളം വോട്ടുണ്ട്. 46.7% ഉണ്ട്. അതേഴ്സ് രണ്ടാമത് LDF പോലും അല്ല. ഈ അതേഴ്സ് LDF സ്വാതന്ത്ര്യമാണ്, എന്നാലും മുന്നിൽ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്. 46,000 വോട്ട്. LDF 29,000 വോട്ടോളം. NDA പ്രസൻസ് കാര്യമായിട്ടില്ല, 6% ഉള്ളൂ, 10,000 വോട്ടുണ്ട്. UDF 102 മെമ്പർമാരുള്ളപ്പോൾ LDFന് 28 ഉള്ളൂ. വളരെ ശുഷ്കമാണ്. പകുതിയിൽ 4 ഉള്ളൂ. അതേഴ്സ് മറ്റ് സ്വതന്ത്രം എല്ലാം കൂടി 24 ഉണ്ട്. NDAക്ക് ഒരു മെമ്പർ പോലും ഇല്ല. കൊടുവള്ളിയുടെ പഴയ ഇലക്ഷനും ഇപ്പോഴുള്ള മത്സരം നോക്കാം. ലീഗിന്റെ മണ്ഡലമാണ് കൊടുവള്ളി. ലീഗ് 2021 ജയിച്ചു. 2016 ലീഗ് അത് കരാട്ട് റസാഖ് സ്വന്തം സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് LDF അവിടെ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2021 ആയപ്പം കരാട്ട് റസാഖിനെ തോൽപ്പിച്ച് MK മുനീർ ലീഗ് ആ മണ്ഡലം തിരിച്ചെടുക്കുകയായിരുന്നു. ടൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തവണ LDF സലീം മടവൂരിനെയാണ് നിർത്തിയിരിക്കുന്നത്. ലീഗ് PK ഫിറോസിനെയാണ്. BJP BDSനാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. എഫക്റ്റീവ്ലി ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ UDFന് 75,000-ഓളം വോട്ടുണ്ട്. പിന്നെ ഈ UDFന് 102 മെമ്പർമാരുണ്ട്. വളരെ പുറയിലാണ് LDF. ഭരണവിരുദ്ധ തരംഗ LDFന് ഏനിസ്റ്റുണ്ട്. UDFന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം അതുകൊണ്ട് UDF ഒരു കൺവിൻസിങ് വിന്ന് കൊടുവള്ളിയിൽ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊടുവള്ളി ഞാൻ UDFന് അനുകൂലമായിട്ടാണ് എൻ്റെ ഒരു അനാലിസിസ്.